Yes, dear ones. മാത്തമാറ്റിക്സിലുള്ള കുറേ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാവുന്ന കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് പലപ്പോഴും മാത്സ് ബോറിംഗ് ആയി തോന്നും. എത്ര സമയം വേണം ഒരു ക്രിയ നമുക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓർക്കുന്നില്ലാത്ത ചില ക്രിയകളെ ടീച്ചർ ഒരു പ്രാവശ്യം ഇപ്പോൾ ഓർമ്മിപ്പിച്ച് തരാം കേട്ടോ. 2 × 20 എത്രയാണ്? 3 × 200 എത്രയാണ്? 4 × 2000 എത്രയാണ്? 5 × 20,000 എത്രയാണ്? 6 × 2 lakh. ഈ ഒരു ചോദ്യം കുട്ടികളുടെ ഒരു 10ൽ പഠിക്കുന്ന കുട്ടിയുടെ ആണെങ്കിൽ പോലും ഒരു ആൻസറിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ കുട്ടി ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചാൽ 2 × 20 ചോദിച്ചാൽ ഉടനെ 2 × 20 അല്ലെങ്കിൽ 20 × 2 ഇങ്ങനെ നമ്മൾ സാധാരണ വലിയ ഗുണനങ്ങൾ ചെയ്യുന്നത് പോലെ ഗുണിച്ച് അടിച്ച് ആകെ കുളവാക്കുക ആൻസർ തന്നെ. പക്ഷേ ഈ ചോദ്യങ്ങളുടെ പ്രത്യേകത ശ്രദ്ധിക്കാം. ഇവിടെ എന്തെങ്കിലും ആവട്ടെ, അത് നമുക്ക് വിഷയമല്ല. ഇവിടെ 2 കഴിഞ്ഞൊരു 0, ഇവിടെ 2 കഴിഞ്ഞ് 2 0, 2 കഴിഞ്ഞ് 3 0, 2 കഴിഞ്ഞ് 4 0, 2 കഴിഞ്ഞ് 5 0. അതായത് ആദ്യം ഒരു സംഖ്യ, അത് 2ഓ 3ഓ 4ഓ എന്തോ ആവട്ടെ, ആദ്യം ഒരു സംഖ്യ, അത് കഴിഞ്ഞെല്ലാം സീറോസ് ആണ്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് സെക്കൻഡുകൾ കൊണ്ട് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ഈ 2ഉം ഈ 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം, 4. ഇനി ഇവിടെ എത്ര 0 ഉണ്ട്? 1 0. കണ്ടോ ഒരു സെക്കൻഡ് കൊണ്ട് ചെയ്തത്. നെക്സ്റ്റ് is 3 × 200. Here also 2 കഴിഞ്ഞ് 2 സീറോസേ ഉള്ളൂ. സീറോസിൻ്റെ ഇടയിൽ വേറെ നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ സാധ്യമല്ല കേട്ടോ. 3 × 2 എഴുതുക, 6. എന്നിട്ട് 2 സീറോസ് അതിൻ്റെ അടുത്ത് ഇട്ട് കൊടുക്കുക. കണ്ടോ ഒരു സെക്കൻഡ് കൊണ്ട് എഴുതാവുന്നതല്ലേ ഉള്ളൂ ഉത്തരം. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? 4 × 2 8, 1 2 3 0 ഉണ്ട്. അപ്പോൾ 8000. അടുത്തത് 5 × 2 10. അതിൻ്റെ ബാക്കി 4 സീറോസ് അവിടെ ഉണ്ട്. അത് 4ഉം അതിനോട് ചേർത്ത് എഴുതുന്നു. ഇനി 6 × 2 12. സീറോസ് 5 എണ്ണം ഉണ്ട്. 1 2 3 4 5. ഇതിപ്പോൾ ഇവിടെ 20 200 300 അങ്ങനെ 200 2000 എടുത്തത് ഞാൻ വെറുതെ ഒരു സൗകര്യത്തിന് എടുത്തതാണ്. 30ഓ 50ഓ 70ഓ 7000ഓ ഏത് സംഖ്യ വന്നാലും ഇത്തരത്തിൽ നമുക്ക് ഒരു സെക്കൻഡ് കൊണ്ട് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ മാത്തമാറ്റിക്സ് കാൽക്കുലേഷൻ്റെ ലെങ്ത് കൂടും. നിങ്ങൾ ടൈം കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ മറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എഴുതുവാൻ സാധിക്കില്ല. അപ്പോൾ എല്ലാവരും ഇത് നോട്ടിലേക്ക് ഒന്ന് പകർത്തി എഴുതുക. എന്നിട്ട് ഇതുപോലെ തന്നെ അടുത്ത ക്ലാസ്സിൽ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.